ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13 പോളിനോമിയൽ പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 216 രണ്ടാമത്തെ ചോദ്യമാണ്. അവിടെ 3 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ഒന്നാമത്തെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ പോളിനോമിയൽ ഉണ്ടാക്കണം. ഫൈൻഡ് ദ പോളിനോമിയൽ വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദെയർ ഗ്രാഫ്സ്. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒരു നേർരേഖയാണ്. അപ്പോൾ ഇതൊരു ഒന്നാംകൃതി ബഹുപദം ആണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്നത് എക്സിന്റെ വിലകളാണ്, വെർട്ടിക്കൽ ലൈനിൽ വരുന്നത് പി ഓഫ് എക്സിന്റെ വിലകളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിന് എത്രയാണ് കിട്ടുന്നതെന്ന് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നോക്കും. സ്കെയിൽ ഉപയോഗിച്ച് ഈ എക്സിൻ്റെ സ്ട്രെയിറ്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അത് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ എവിടെ പോയാണ് മുട്ടുന്നതെന്ന് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലായില്ലേ, ഈ 4ന്റെ നേരെയല്ലേ വരുന്നത്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിന് 4 എന്ന വാല്യൂ കിട്ടി. അപ്പം നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാമല്ലോ. അപ്പം നമുക്ക് കിട്ടിയത് എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിന് 4 എന്ന വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഗ്രാഫിൽ നിന്ന് 2 വാല്യൂസ് കിട്ടിയാൽ മതി പി ഓഫ് എക്സ് അഥവാ ഒന്നാംകൃതി പോളിനോമിയൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിന് -1 എടുക്കുന്നു. എക്സിന് -1 എടുത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് താഴേക്കാണല്ലോ ഗ്രാഫിലേക്ക് വന്ന് മുട്ടുന്നത്. അപ്പോൾ താഴേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിയുമ്പോൾ അത് എവിടെ വന്ന് മുട്ടുന്നത് നോക്കുക. എക്സിന് -1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിന് -2 ആയിരിക്കും ആൻസർ. അപ്പോൾ എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിന് -2 എന്നുള്ള വാല്യൂ കിട്ടി. ഈ 2 വാല്യൂസ് മതി നമുക്ക് പോളിനോമിയൽ ഉണ്ടാക്കാനായിട്ട്. നമുക്കറിയാം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് 1 ആണ് 4. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സിന് 1 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ എ എക്സ് പ്ലസ് ബി എന്നുള്ളത് എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. എ ഇൻറ്റു 1 എന്ന് പറയുന്നത് എ ആണ്. എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് കിട്ടിയല്ലോ. അത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് വെക്കാം. ഇനി രണ്ടാമത്തെ വാല്യൂ വെച്ചിട്ട് എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് -1 ആണ് -2. അപ്പോൾ അവിടെ എക്സിന് -1 ഇട്ട് കൊടുക്കുമ്പോൾ എ ഇൻറ്റു -1 പ്ലസ് ബി ഈക്വൽ ടു -2 എന്ന് എഴുതാമല്ലോ. എ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -a പ്ലസ് ബി ഈക്വൽ ടു -2 എന്ന് എഴുതാമല്ലോ. ഇത് രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് എടുക്കാം. ഇനി ഈ 2 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഇക്വേഷൻ എ പ്ലസ് ബി ഈക്വൽ ടു 4, രണ്ടാമത്തെ ഇക്വേഷൻ -a പ്ലസ് ബി ഈക്വൽ ടു -2. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ഈ എ ക്യാൻസൽ ആയിപ്പോവും, കാരണം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ആഡ് ചെയ്താൽ അതങ്ങ് ക്യാൻസൽ ആയിപ്പോയിക്കോളും. ഈ 2 ഇക്വേഷൻസ് തമ്മിൽ ആഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബി പ്ലസ് ബി ഈക്വൽ ടു 2b എന്ന് എഴുതാം. 2b ഈക്വൽ ടു 4 പ്ലസ് -2 ഈക്വൽ ടു 2. അപ്പോൾ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടിയല്ലോ. 2/2 ഈക്വൽ ടു 1. ഇനി നമുക്ക് ഈ എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ബിയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടും. എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ.
അതിനകത്ത് ബിക്ക് 1 എന്ന് ഇട്ട് കൊടുക്കുക. അതായത് a+1 = 4 അല്ലെങ്കിൽ a = 4 - 1 = 3 എന്ന് കിട്ടി. ഇനി നമ്മുടെ പോളിനോമിയൽ എന്താണ്? p of x = ax + b. ഇതിനകത്ത് എയ്ക്കും ബിക്കും വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ p of x = a എന്ന് പറയുന്നത് 3 ആണ്, 3x + b എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ ഗ്രാഫും മൂന്നാമത്തെ ഗ്രാഫും നമുക്ക് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെയും പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് എക്സിൻ്റെയും പി ഓഫ് എക്സിൻ്റെയും വിലകൾ കാണണം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന വിലകളാണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിലും കിടക്കുന്ന വാല്യൂസാണ്. അപ്പോൾ നമുക്കതിനെ ടേബിളാക്കി എഴുതുകയും ചെയ്യണം. ഇവിടെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ആദ്യം -1 എക്സിന് -1 എടുക്കുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. എക്സിന് -1 നിന്ന് നേരെ താഴോട്ട് പെർപെൻഡിക്കുലറായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ -2ലേക്കാണത്. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സിന് -2 കിട്ടി. ഇനി ഇവിടെ നോക്കിക്കുക, ഇത് 0യിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. 0യിൽ കൂടെ പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുത്തപ്പം പി ഓഫ് എക്സിനും 0 തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒരു വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2a എന്ന് പെർപെൻഡിക്കുലർ നമുക്ക് മുകളിലേക്ക് വരച്ച് നോക്കാം. ഇത് 4ലേക്കാണ്. അപ്പോൾ എക്സിന് 2 ഇടുമ്പോൾ പി ഓഫ് എക്സിന് 4 കിട്ടി. 3 വാല്യൂസ് നമുക്ക് കിട്ടി. നമുക്ക് 2 വാല്യൂസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മുടെ ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് = ax + b. പി ഓഫ് എക്സ് = ax + b. ലീനിയർ പോളിനോമിയലാണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ax + b ആണ് ഇതിൻ്റെ ജനറൽ ഫോം. ഇനി എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് -1 എന്ന് പറയുന്നത് -2 ആണ്. പി ഓഫ് -1 എന്ന് പറയുന്നത് -2 ആണ്. അപ്പം എക്സിന് -1 ഇട്ട് കൊടുത്ത് നോക്കാം. a × -1 + b = -2. a × -1 എന്ന് പറഞ്ഞാൽ -a + b = -2. ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടി. ഇനി എക്സിന് 0 കൊടുക്കുമ്പം പി ഓഫ് 0യും 0 ആണ്. അപ്പോൾ പി ഓഫ് 0 = 0. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ a × 0 + b = 0. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണല്ലോ. 0 + b = 0 എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ 0 ആണ്. ആ ഒന്നാമത്തെ ഇക്വേഷനകത്തേക്ക് ബിയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? -a + b = -2 എന്നല്ലേ. അപ്പോൾ ബിക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ -a + 0 = -2 എന്ന് കിട്ടി. അല്ലെങ്കിൽ -a = -2 or a = 2 എന്ന് കിട്ടിയല്ലോ. ഇനി നമ്മുടെ ജനറൽ ഫോമിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് പി ഓഫ് എക്സ് = ax + b ആണ്. എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 0. അപ്പോൾ +0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതായത് പി ഓഫ് എക്സ് = 2x ആണ് ഈ ഗ്രാഫിൻ്റെ പോളിനോമിയൽ. ഇനി മൂന്നാമത്തെ ഗ്രാഫ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഗ്രാഫ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ടേബിൾ ഉണ്ടാക്കണം. ഇവിടെ നമുക്ക് ഗ്രാഫിൽ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ടച്ച് ചെയ്താണ് ഗ്രാഫ് പോയിരിക്കുന്നത്. അതായത് ഇത് എക്സിൻ്റെ വിലകൾ, ഇത് പി ഓഫ് എക്സിൻ്റെ വിലകൾ. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ സ്ട്രെയിറ്റ് ലൈനിലാണ് -2 കിടക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സിന് -2 വരുന്നത് എക്സിന് 0 കൊടുക്കുമ്പോഴാണ്. കാരണം എക്സിന് 0യുടെ നേരെ താഴെയാണ് -2 കിടക്കുന്നത്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -2 ആയി.
ഇനി ഈ പോയിന്റിൽ കൂടെയും ഗ്രാഫ് പോകുന്നുണ്ടല്ലോ, അതായത് എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. ഈ രണ്ട് വാല്യൂസ് മതി നമുക്ക് പോളിനോമിയൽ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 -2, പി ഓഫ് 0 -2. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുത്ത് എ ഇൻറ്റു 0 പ്ലസ് ബി ഈക്വൽ ടു -2. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, ബി ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തതിൽ നിന്ന് എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് 2 ആണ് 0. പി ഓഫ് 2 ആണ് 0. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പം എ ഇൻറ്റു 2 പ്ലസ് ബി ഈക്വൽ ടു 0. അതായത് 2a പ്ലസ് ബി ഈക്വൽ ടു 0. ബിയുടെ വാല്യൂ -2 കിട്ടിയല്ലോ. അപ്പോൾ 2a മൈനസ് 2 ഈക്വൽ ടു 0, അല്ലെങ്കിൽ 2a ഈക്വൽ ടു ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ 2, അല്ലെങ്കിൽ a ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പോളിനോമിയൽ എഴുതാമല്ലോ. പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ് നമ്മുടെ പോളിനോമിയൽ. എയുടെ വാല്യൂ 1x എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എക്സ് എന്ന് എഴുതിയാൽ മതി. ബിയുടെ വാല്യൂ -2. അപ്പോൾ എക്സ് -2 ആണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെ പോളിനോമിയൽ ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്.